നോ പ്ലാനിങ് ഇസ് മൈ പ്ലാനിങ്. ലോകത്ത് ഇത്രയും വൈവിധ്യമൊന്നും ഇല്ല നമ്മളുടെ പോലെ, കേരളം പോലെ ഇത്രയും വൈവിധ്യമുള്ള, ഇത്രയും നല്ല കാലാവസ്ഥയുള്ള ഇത്. സായിപ്പന്മാരുടെ യൂറോപ്യൻസിന് മുഴുവൻ ഏറ്റവും വലിയ സ്വപ്നം തന്നെ ട്രോപ്പിക്സിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഇവിടെ സ്ഥിരതാമസമാക്കാനും ഇഷ്ടമാണ്, ഒരല്പം വൃത്തി ഉണ്ടായിരുന്നെങ്കിൽ. സായിപ്പന്മാർക്ക് എന്തുകൊണ്ട് വെയിൽ ഇത്ര പ്രിയപ്പെട്ടാവുന്നു, നമുക്കിത് ഇങ്ങനെ ധാരാളമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇതിന്റെ വില അറിയാത്തത്. ലോകത്തിലെ ഏറ്റവും പ്രകൃതി കൊണ്ട് ജൈവവൈവിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാടുകളിലൊന്നാണ് നമ്മൾ. എനിക്ക് ലോകത്തെ ഏറ്റവും അനുഗ്രഹീത ആൾക്കാർക്കാണ് പകലും രാത്രിയും ഈക്വലായിട്ട് വരുന്നത്. അതിൽ നമ്മളുണ്ട്, ഭാഗ്യവാന്മാരാണ്. ഡോക്ടർ TPS നമസ്കാരം. നമസ്കാരം. അരുൺ തഥാഗതൻ നമസ്കാരം. നമസ്കാരം. 567 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 17,000 കിലോമീറ്റർ, ഓൾമോസ്റ്റ് ഓൾ യൂറോപ്പ് സൈക്കിളിൽ സഞ്ചരിച്ച ഒരു മലയാളിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. 17,000 കിലോമീറ്റർ, ഒരു 17 കൂടി ആയാൽ ഭൂമിയെ പ്രദക്ഷിണം വെക്കാം. 34,000 കിലോമീറ്റർ, 40 പക്ഷെ 40 എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണല്ലോ. അപ്പൊ കരവഴി കുറച്ചും കൂടി നമ്മളിപ്പോൾ നമ്മുടെ ലാറ്റിറ്റ്യൂഡിലൊരു റൗണ്ട് അടിച്ചാൽ ഒരു 20,000 കിലോമീറ്ററിൽ തന്നെ ഈ പറഞ്ഞ യൂറോപ്പും ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തൊക്കെ വെച്ചിട്ടൊന്ന് കറങ്ങാം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം. എന്നാണ് തിരിച്ചെത്തിയത്? ഇപ്പോൾ 2 മാസമാവുന്നു. 2 മാസമാവുന്നു. അവിടെ വിന്റർ കാരണം തിരിച്ചു വരാൻ, വിന്റർ 2 പോക്കറ്റ് തീർന്നപ്പോൾ തിരിച്ചു വന്നു. ഓക്കെ, എവിടെ നിന്നാണ്, ഏത് രാജ്യത്തു നിന്നാണ് യാത്ര? ഇത്തവണ യാത്ര ആരംഭിച്ച പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് 2024 ജൂലൈയിൽ. ഇവിടുന്ന് അപ്പം വണ്ടിയും എടുത്ത് പാരീസിലേക്ക് പോയി അവിടെ നിന്നാണ് ആരംഭിച്ചത്. ഒന്ന് വിസയുടെ കണ്ടീഷൻ വെച്ച് നമുക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങണം, അവിടെ നിന്ന് ആരംഭിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഭാഗ്യമുണ്ട്, 2 വർഷത്തെ ഞാൻ ചോദിച്ച തീയതി മുതൽ ചോദിച്ച തീയതി വരെ മൾട്ടിപ്പിൾ എൻട്രി വിസ അവർ തന്നു. വിസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം ഈ ഷെങ്കൻ വിസ, അമേരിക്കൻ വിസയാണ്. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ട് പിടിച്ച കാര്യം നൽകുന്നിടത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതെല്ലാം ഏറ്റവും എളുപ്പത്തിൽ കിട്ടും. നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ അത് പറയണം. പണി പോകും ചിലപ്പോൾ. ലോകം കണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ പറയണം. ലോകം കണ്ട. പാരീസിൽ നിന്ന് ആദ്യ ദിവസം യാത്ര തുടങ്ങുന്നു, ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ നിന്ന് യാത്ര തുടങ്ങുന്നു. ഒളിമ്പിക് സ്റ്റേഡിയത്തിനകത്ത് ഭയങ്കര എക്സ്പെൻസീവാണ്, കയറാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെറുതെ വണ്ടി എടുത്തുകൊണ്ട് ഒളിമ്പിക്സ് വില്ലേജുകളിലൂടെ അതിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഒരു ലേഡി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ വണ്ടി കണ്ടപ്പോൾ ചോദിച്ചു, വന്നിട്ട് നിർത്തി. ഒരു നോർത്ത് ഈസ്റ്റേൺ ലുക്കുള്ള, ഒരു ഫോറിൻ ലുക്കുള്ള ഒരു ലേഡി. അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണല്ലേ? അതെ. ഇവിടെ വന്നിട്ട് പാരീസ് ഒളിമ്പിക്സിന് പോയില്ലെന്ന് ചോദിച്ചു. ഇല്ല, അതിന് 1000 യൂറോ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ വരും ടിക്കറ്റിന്. അവർ പറഞ്ഞു, അയ്യോ, ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ ഒളിമ്പിക്സ് കാണാത്ത കഷ്ടമായി പോയി. ഒരു കാര്യം ചെയ്യൂ, നാളത്തെ ഒളിമ്പിക്സിൻ്റെ 2 ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ അത് കളിയാണ് അടുത്ത ദിവസം. പിന്നെ മെയിൻ സ്റ്റേഡിയത്തിലുള്ള അത്ലറ്റിക്സിൻ്റെ. ഇതിലേതാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരു പരിചയം അന്ന് കണ്ടിട്ട് പോലും ഇല്ല. അപ്പം എനിക്ക് അത്ഭുതം. അന്ന് തന്നെ യാത്ര തുടങ്ങി. അപ്പോൾ പിന്നെ പാരീസ് നമ്മളുടെ ഈഫൽ ടവറിൻ്റെ മുമ്പിലേക്ക് നിന്നു. മനസ്സാൽ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങി. ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് പ്രതീകാത്മകമായിട്ട് അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞാൻ യാത്ര പോകുന്നതിന് മുമ്പായിട്ട് തേവര ഗേസച്ച് കോളേജുകാർ, ഞാൻ അവിടുത്തെ അലുമിനി ഒന്നും അല്ല, അവിടെ പഠിച്ചിട്ടേ ഇല്ല, പക്ഷെ അവരുടെ ഒരു പരിപാടിയായിട്ട് അങ്ങ് ഏറ്റെടുത്ത് അവരെനിക്ക് യാത്ര ചെയ്തൊക്കെ തന്ന് അങ്ങനെ നമ്മളെ സിനിമ സംവിധായകൻ ലാൽ ജോസൊക്കെ വന്ന് അങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് തന്നെ ഫ്ലൈറ്റിന് പോവുക ചെയ്തേ. അപ്പോൾ ഈ ഓരോ ദിവസത്തെയും യാത്രകൾ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു? നോ പ്ലാനിങ് ഇസ് മൈ പ്ലാനിങ്. 1ാം ദിവസം പാരീസിൽ നിന്ന് തുടങ്ങി ഒന്നും ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. എന്നിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതിനു മുൻപ് ഞാൻ ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അത് കൃത്യം ഒരു കൊല്ലം എടുത്തൊരു യാത്രയായിരുന്നു. അത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ചവിട്ടിപ്പോയത്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ മണിപ്പൂരും മ്യാൻമാർ 2 വീലർ സൈക്കിൾ. സൈക്കിൾ സിംഗിൾ ബൈസൈക്കിൾ എന്ന് പറഞ്ഞാല് 2 വീലർ ആവുള്ളൂ. സൈക്കിൾ എന്ന് പറയുമ്പോൾ മോട്ടോർ ശരിക്കും അങ്ങനെയാണ്. ബൈക്ക് എന്നാണ് നമ്മൾ ഒഴികെ എല്ലാവരും ബൈക്ക് എന്നാണ് പറയുന്നത്. ഇതിന് ബൈക്ക് എന്നാണ് പറയുന്നത്. ബൈക്കാണ് ഇതിന്റെ പേര്. അപ്പൊ ഇത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ നമ്മളെ ഈസ്റ്റേൺ തീരം വഴി അങ്ങനെ പോയിട്ട് മ്യാൻമാറിൽ നിന്ന് കയറി തായ്ലാന്റ്, മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ പോയിരുന്നു. അപ്പൊ ഇന്തോനേഷ്യ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു
ഫ്രഞ്ചുകാരൻ. അദ്ദേഹം ഗോവയിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ട്. ഗോവയിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്തോനേഷ്യയിൽ ബാലിയിൽ ബിസിനസ് ചെയ്യുന്നു. ഇപ്പം ഇത് കേരളവും ഇന്ത്യയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. അവിടെ അദ്ദേഹം ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് നടത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ താമസിച്ചിരുന്നു. ഇദ്ദേഹം ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന വഴിക്ക് മുലൂസിൻ്റെ അടുത്ത് ആയിട്ട് ഫോണ്ടംബ്ലൂ എന്നാണ് സ്ഥലപ്പേര്, അവിടെ ഉണ്ട്, താങ്കളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, താങ്കൾ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഫോറിനേഴ്സൊന്നും നമ്മൾ കേട്ടേക്കണം അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ മക്കൾ 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ അച്ഛനോട് അച്ഛൻ ഞാൻ സൺഡേ വന്നോട്ടെ 3 മണിക്ക് പെർമിഷൻ മേടിക്കണം. അതുപോലെ വീട്ടിലേക്ക് ആരും പിന്നെ അങ്ങനെ എടുക്കില്ല എന്നൊക്കെയാണ് സത്യമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അവർ വീട്ടിലേക്ക് വന്ന് വിളിച്ചു. അങ്ങനെ അവരുടെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്തോനേഷ്യക്കാരിയാണ്, അവർ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം. ഏത്തപ്പഴം നമ്മൾ പറയുമ്പോൾ സാറാണെങ്കിലും സാറിന് പെട്ടെന്ന് മനസ്സിലാവും. ഏത്തപ്പഴം നമ്മൾ 1 ദിവസത്തെ കഥയല്ലേ? ഒരാഴ്ചയോട്ട് എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴം നമ്മൾ ഇന്ത്യയിൽ കേരളം വിട്ടിറങ്ങി പിന്നെ ഉള്ളത് ഇന്തോനേഷ്യയിലാണ്. പിന്നെ കിട്ടണമെങ്കിൽ ആഫ്രിക്ക, ബ്രസീൽ, ലോകത്ത് ഇത്ര ഇടങ്ങളിൽ അല്ല. നമ്മുടെ നേന്ത്രപ്പഴം എന്ന് പറയുന്ന സാധനം നമ്മളെ കേരളത്തിന് ഒരുപാട് 300-ലേറെ ഇനം വാഴപ്പഴങ്ങൾ, ഇത്ര ഇനം മാമ്പഴങ്ങൾ, ഇതൊന്നും ലോകത്ത് ഇത്രയും വൈവിധ്യമൊന്നും ഇല്ല. നമ്മളുടെ പോലെ കേരളം പോലെ ഇത്രയും വൈവിധ്യമുള്ള, ഇത്രയും നല്ല കാലാവസ്ഥയുള്ള ഇത്. സായിപ്പന്മാരെ യൂറോപ്യൻസിന് മുഴുവൻ ഏറ്റവും വലിയ സ്വപ്നം തന്നെ ട്രോപ്പിക്സിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇതൊന്നും അറിയാതെ അവർക്കിവിടെ സ്ഥിരതാമസമാക്കാനും ഇഷ്ടമാണ്. ഒരല്പം വൃത്തി ഉണ്ടായിരുന്നെങ്കിൽ, അതാണ് അവർ പറയുന്ന ഒരു സാധനം, ഒരല്പം അടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. വെള്ളം പാടില്ല എന്നർത്ഥം, പേപ്പറേ പാടുള്ളൂ. അല്ല, വലിച്ചെറിയുന്ന ആ ഒരു ഇതിനകത്തുള്ള നമ്മുടെ കാഴ്ച. പക്ഷേ എങ്കിലും ഇപ്പൊ കുറേയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ നല്ല, ഹൈദരാബാദിലെ ഒരു സ്ഥലം, എക്കണോമിക് സിറ്റി എന്ന് പറയുന്ന സ്ഥലം, അത് കണ്ടാൽ യൂറോപ്പിനെക്കാളും ബെറ്ററാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിപ്പോ നിങ്ങളെ പഴയ സുഹൃത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേന് നിങ്ങൾ പിന്നെ പാരീസിൽ നിന്ന് നീങ്ങി. പാരീസിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഞാൻ കരുതിയിരുന്നത് നോ പ്ലാനിങ് ആണ്, എന്നാൽ നമുക്ക് ഏകദേശം ഈ വീസ വെച്ചിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഷെങ്കനിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ യൂറോപ്പിനകത്ത് തന്നെ പുറത്തേക്ക് പോകാം. 3 മാസത്തേക്ക് വിസ. 3 മീൻസ് ഇതിനെ പറയുക 180-90 എന്നാണ്. അത് പ്രത്യേകത എന്താണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പൊ 87ാം റാങ്കിങ് ആണ്. ഇപ്പൊ 87-89 റാങ്കാണ്. ഒന്നാം സ്ഥാനത്തുള്ള കൊറിയൻ ആയാലും ജപ്പാൻ ആയാലും അവർക്കും ഈവൻ US ആണെങ്കിലും ഒക്കെ യൂറോപ്പിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ സിറ്റിസൺ അല്ലാത്തവരൊക്കെ കണ്ടിന്യൂസ് 180 ഡേയ്സ് സ്പാനിനകത്ത് 90 ഡേയ്സേ നിൽക്കാൻ പറ്റുള്ളൂ. ഏതായാലും 180 ദിവസത്തിനകത്ത് 90 ദിവസമേ പരമാവധി നിൽക്കാൻ പറ്റും. മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ യു ക്യാൻ ട്രാവൽ മെനി ടൈംസ്, ബട്ട് ഓൾ ടുഗദർ 90 ഡേയ്സ്. അത് യൂസബിലിറ്റി 180 ഡേയ്സ്. യെസ്, അവർക്കും അതേറെ വാല്യൂ ആണ്. 89-ലേക്കാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആ 90 ദിവസം കൂടി പോകണം. അപ്പം ഞാൻ കരുതിയിരുന്നത് ജർമ്മനി വഴി അങ്ങനെ ബൾഗേറിയ വരെ പോകാം. ഏത് മാസമായത്? ജൂലൈയിലാണ് ആരംഭിക്കുന്നത്. കറക്റ്റ് സമ്മറിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വിന്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലും കൂടിയാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട്, ഫ്ലൈറ്റിന് പോകുന്നതുകൊണ്ട് തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കണം. ഇല്ലെങ്കിൽ അതും കൺഫേംഡ് കാണിച്ചില്ല. നമ്മളെ ഇന്ത്യക്കാരുടെ നല്ല പേരുകളായതുകൊണ്ട് തന്നെ ഫേക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കൺഫേം ടിക്കറ്റ് എടുത്ത് ദുബായിക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ബൾഗേറിയയിൽ നിന്ന്. അപ്പോൾ ബൾഗേറിയ വരെ ഇപ്പോൾ ഒരു 3000 കിലോമീറ്ററേ ഉള്ളൂ. 3 മാസം കൊണ്ട് ചവിട്ടി എത്തുകയും ചെയ്യും. ഇതാണ് മനസ്സിലുള്ളത്. അപ്പം നേരെ ജർമ്മനിക്ക് ചവിട്ടി പോവുകയാണ്. ജർമ്മനിക്ക് ചവിട്ടി പോകുമ്പോൾ ജർമ്മനിയുടെ അതിർത്തി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ മുളൂസ് എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ഫ്രാൻസിൻ്റെ അതിർത്തി അവിടെ എത്തുമ്പോൾ നോക്കിയപ്പോൾ 50 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ജർമ്മനിയുണ്ട്. ജർമ്മനിയിലേക്ക് 10 കിലോമീറ്റർ ഇടത്തേക്ക് ഇരിക്കുന്നു. 50 കിലോമീറ്റർ മുമ്പോട്ടേക്ക് സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. എനിക്ക് എന്തുകൊണ്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി കൂടാന്ന് തീരുമാനിക്കുന്നു. നേരത്തെ പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്നാണ്. പ്ലാൻ ഉണ്ട്, ഇടയ്ക്ക് മാറ്റും. ഒറ്റയ്ക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. പ്ലാൻ ചെയ്യുന്നത് തന്നെ പ്ലാൻ മാറ്റാനാണ്. ഒറ്റയ്ക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. മറ്റേ നമ്മൾ 2 പേരുണ്ട്, നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞല്ലേ അങ്ങനെ പോകണം, ഈ എന്തിനാ മാറ്റുന്നതെന്ന് പറഞ്ഞ് ഞാനിത് ആദ്യം സ്വിറ്റ്സർലാൻഡിലേക്ക് പോകണം എന്ന് പറയുന്നതിന് മുമ്പ് ഒരു 3-4 മണിക്കൂർ ഇത് അവിടുത്തെ ആളോട് അവതരിപ്പിക്കണമെന്ന് മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പറയുമ്പോൾ ഉള്ള ഇത് അങ്ങനെ കുറെ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അകന്നു പോയിക്കൊണ്ടിരിക്കും. ഒറ്റയ്ക്കുള്ള യാത്രയുടെ എൻ്റെ ഒരു സംശയം, ഈ ഓരോ ദിവസവും നിങ്ങൾ 1ാമത്തെ ദിവസം മുതൽ എവിടെ തങ്ങി? ആദ്യത്തെ ഒരാഴ്ചയോളം ഞാൻ ഹോസ്റ്റലിലാണ് തങ്ങിയത് പാരീസിനകത്ത്. മീൻസ് പെയ്ഡ് ഹോസ്റ്റൽ മീൻസ് ഒരു മുറിയിൽ ഇതുപോലെ തട്ടായിട്ട് പല ഒരു 10-12 കട്ടേലുകളുള്ള ഷെയർഡ് അക്കോമഡേഷൻ. അപ്പം നമുക്ക് കുറഞ്ഞ പൈസയെ വരുള്ളൂ. ടോയ്ലറ്റ് ഉണ്ടാവും, കിച്ചണും ഉണ്ടാവും. അതിനകത്തുള്ള ഗുണം അതാണ്.
പിന്നെ ടെൻറ്റുകളിലേക്ക് മാറി. ടെൻറ്റും അതൊരു രസകരമായ ഒരു സംഭവമാണ്. ടെൻറ്റിൻ്റെ ഒരു ടെൻറ്റ് ഞാൻ തായ്ലൻഡിൽ വെച്ചിട്ട് വാങ്ങിച്ച ഒരു ടെൻറ്റാണല്ലോ. അപ്പോൾ അത് ചെറുതായിട്ട് കീറി തുടങ്ങി. സമ്മർ ആണെങ്കിലും രാത്രി ആകുമ്പോൾ ടെൻ്റ് അടിച്ച് നിൽക്കുമ്പോൾ രാത്രി നല്ല തണുപ്പാണ്. എവിടെയാണ് കിടക്കുന്നത്? റോഡിൻ്റെ സൈഡിൽ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ആ സമയത്ത് സമ്മർ സമയമുണ്ട്. രാത്രി 11 ആവും രാത്രിയാവണമെങ്കിൽ, ഇരുട്ടാവണമെങ്കിൽ. അപ്പോൾ അതിനു മുമ്പ് ചെയ്യാൻ പറ്റില്ല, ടെൻ്റ് അടിക്കാൻ പറ്റില്ല. പിന്നെ യൂറോപ്പിലെ ഒരു നിയമം ടെൻ്റ് അടിക്കൽ പലയിടത്തും അനുവദനീയമല്ല. പിന്നെ ചിലയിടങ്ങളിൽ ക്യാമ്പിംഗ് സ്റ്റേഷനുകളുണ്ട്. ക്യാമ്പിംഗ് സ്റ്റേഷൻ ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ വേണ്ടി മാത്രം അനുവദിച്ചേക്കുന്ന ഇടം, അവിടെ ടെൻ്റ് ചെയ്യാവുന്നതാണ് നിയമം. കാരണം അല്ലാത്തയിടത്ത് തന്നെ ഒന്ന് വൈൽഡ് ലൈഫിനെ ആക്രമിക്കാം, പിന്നെ സെക്യൂരിറ്റി, പിന്നെ അവിടെ നമ്മൾ തീയിടാം, വേസ്റ്റ് ഇടാം. ഇതുകൊണ്ടൊക്കെയാണ് പലയിടത്തും യൂറോപ്യൻ രാജ്യങ്ങൾ പാടില്ല എന്നാണെങ്കിലും അവർ കണ്ണടയ്ക്കും ഇത്തരം കാര്യങ്ങളിൽ. കാരണം നമ്മൾ അവരെ ശല്യം ചെയ്യാത്തിടത്തോളം കാലം, അലമ്പാക്കാത്തിടത്തോളം കാലം. അപ്പോൾ രാത്രി ഇരുട്ടായി തുടങ്ങുമ്പോൾ ടെൻ്റ് ഈ രാജ്യങ്ങളൊക്കെ കുറെ ഹോംലെസ് ആൾക്കാരുള്ള സ്ഥലമാണെന്ന് കൂടി അറിയണം. അതെ, അപ്പോൾ പോലീസും സ്റ്റേറ്റും വളരെ വിജിലന്റ് ആണ്. ഇപ്പോൾ രാത്രി ഇരുട്ടി തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ റോഡിൻ്റെ ബാക്കിലേക്ക് പെട്ടെന്ന് മാറിയിട്ട് ഒരു ചെറിയ കാട്ടിലായിരിക്കും, ചിലപ്പോൾ പാർക്കിലായിരിക്കും ടെൻ്റ് അടിക്കുന്നത്. അങ്ങനെ ആയിരുന്നു. രാവിലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെ ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അത്ഭുതകരമാണ്. ഈ 2-1.25 കൊല്ലത്തിനടുത്തുണ്ടായി ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. അതൊരു ഭാഗ്യമായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് എനിക്ക് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം എത്ര കിലോമീറ്റർ സഞ്ചരിക്കുമായിരുന്നു? ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയും, ഇത് റെക്കോർഡിനല്ല ഞാൻ യാത്ര ചെയ്യുന്നത്, ഞാൻ പോകുന്നത് അറിയാനും കാഴ്ചകൾ കാണുക എന്നുള്ളതിനേക്കാൾ ഉൾക്കാഴ്ചകൾ കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ പോയി കുറേ ചവിട്ടുക എന്നുള്ളതിന് ഉപരി ആളുകൾ കൂടുതൽ കാണണം. നമ്മൾ അതുകൊണ്ട് തന്നെ 50 കിലോമീറ്ററിൽ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം 100-160 ചവിട്ടേണ്ടി വന്നിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 50 എപ്പോഴും ലിമിറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. പരമാവധി 50 കിലോമീറ്റർ ഒരു ദിവസം. ഈ സൈക്കിളിൽ 50 കിലോമീറ്റർ 2025 യാത്ര ചെയ്തു. നമ്മൾ പണ്ട് ലണ്ടൻ ടു കൽക്കട്ട ബസ് റൂട്ട് ഉണ്ടായിരുന്നു, അറിയോ? കണ്ടിട്ടുണ്ട്. ഒരു ദിവസം 300-350 കിലോമീറ്റർ ആവറേജ്. 50 ദിവസം 17,000 കിലോമീറ്റർ ആണ്. അയ്യോ, 50 ദിവസം ഒരു ബസ് യാത്ര ചെയ്തിരുന്നല്ലേ? അപ്പോൾ 50 ദിവസം ആവറേജ് 350. അപ്പോൾ ഒരു ബസ് പോകുന്നതിൻ്റെ സ്പീഡ് നമുക്കറിയാമല്ലോ. ഈ ഇദ്ദേഹത്തിൻ്റെക്കാളും ഒരു 7 മടങ്ങ് സ്പീഡേ ഉള്ളൂ ഒരു ബസ്സിന് അർത്ഥം. അപ്പോൾ ആവറേജ് 50 കിലോമീറ്റർ പോകുന്നു. 200 ചവിട്ടി പോകുന്ന സ്ഥിരം പോകുന്ന ആൾക്കാർ 100 പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചകൾ വേറെയാണ്, കാഴ്ചപ്പാടുകൾ വേറെയാണ്. നമ്മൾ തേടുന്നത് നമ്മൾ കാണുന്നുള്ളതാണ്. ഇപ്പോൾ ഫോറിനേഴ്സ് അത്തരം കാര്യങ്ങൾ കുറേ കൂടി റിസർവ്ഡ് ആണ്. അവരാളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ കുറവാണ്. ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് ചിലപ്പോൾ അതിനകത്ത് ഒരു ഇന്ത്യൻ നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ആളുകളെ കാണാനും ചിരിക്കാനും. ഞാൻ എൻ്റെ വണ്ടിക്കകത്തൊരു ബോർഡ് വെച്ചിരുന്നതാണ്, സ്പ്രെഡിങ്. എൻ്റെ ടീഷർട്ടിനകത്ത് അത് എഴുതി വെച്ചിരുന്നു, വേൾഡ് സയൻസ് ഫ്രോണ്ടിയേഴ്സ്. ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടി ചേർത്ത് എഴുതിയാണ്, അതിർത്തികളില്ലാത്ത ലോകം ആൻഡ് സ്പ്രെഡിങ് സ്മൈൽസ്, പുഞ്ചിരികൾ പടർത്തുക എന്നുള്ളത്. എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ഏറ്റവും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും ചിരിക്കുന്നു എന്നുള്ളതാണ്. അന്നൊക്കെ ഞാനത് ഏറ്റവും മോശമായിട്ട് കരുതിയത്. ഇന്ന് എനിക്കത് മനസ്സിലാവുന്നു, കുറവാണ്, അടർത്തുന്നവരാ കൂടുതൽ. എൻ്റെ ഇന്ന് അത് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് മനസ്സിലാവുന്നു, ആ ചിരികൾ എന്നുള്ളത്. അപ്പോൾ ഏകദേശം 50 കിലോമീറ്റർ. അപ്പോൾ ഈ ഇപ്പം ഭക്ഷണം എങ്ങനെയാണ്? വീഗനായിരുന്നു ആ സാധ്യ സമയത്തൊക്കെ. സൂപ്പർ മാർക്കറ്റുകളിലാണ് അവിടെ എല്ലാം ഓരോ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ, ചെറിയ ഗ്രാമങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ചെറിയൊരു വീടുകളുടെ ഒരു ഇതുണ്ടാവും. കൃഷിസ്ഥലത്ത് രസകരമായ സംഭവം, യൂറോപ്പിൽ എല്ലായിടത്തും കൃഷിസ്ഥലത്ത് വീട് വയ്ക്കാൻ അനുവാദമേ ഇല്ല. കൃഷിസ്ഥലം കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അഥവാ വീട് വയ്ക്കണമെങ്കിൽ അത് ഫാം ഹൗസ് ആയിരിക്കണം. അതും കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടായി ഇത്ര കാലം കഴിഞ്ഞാലേ അവിടെ ഫാം ഹൗസ് വയ്ക്കാൻ അനുവാദം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു മുറിച്ച് വെക്കാൻ പറ്റില്ല. മീൻസ് എനിക്കൊരു 100 ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ 100 ഹെക്ടർ ആയിട്ട് തന്നെ അടുത്ത ആൾ കൈമാറാൻ പറ്റുള്ളൂ. അത് തരിച്ചിടാൻ പറ്റില്ല, അതിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കണം. അത് കൈമാറുകയാണെങ്കിൽ അടുത്ത ആൾക്ക് 100 മുറിച്ച് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷി നിൽക്കും. എനിക്ക് അത്ഭുതം തോന്നി, യൂറോപ്പിൽ ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്കൊക്കെ കടക്കുമ്പോഴും ഇത്രയും സമ്പന്ന രാജ്യങ്ങളായിരുന്നിട്ടും എവിടെയും കൃഷിയിടങ്ങൾ കാണാം. കാരണം അവരതിനകത്ത് കൃഷിഭൂമിയിൽ 1 ഇഞ്ച് പോലും കുറവ് വരുത്താൻ സമ്മതിക്കില്ല. വലിയ മെഷീനറീസ്, വലിയ മെഷീൻ. പണിക്കാരെ ഒന്നും ഇവിടുത്തെ പോലെ വെറുതെ ഇരിക്കുന്നു അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഒരിടത്തും പണിക്കാരെ ഒരു മനുഷ്യനെയും കാണാൻ പറ്റില്ല. പക്ഷെ വൻതോതിൽ കൃഷികൾ നടക്കും. ഈ വെയിലിന്റെ ചൂട് എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ നല്ല ചൂടായിരുന്നു, കാരണം സമ്മർ ആയിരുന്നുകൊണ്ട്. രാത്രി ചൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ചൂടല്ല, അല്ല പൊള്ളുന്ന ഇവിടാണ്. അവിടെ ഇത്തിരി കൂടി ചൂട് കൂടുതലാണ് അവിടെ. പൊള്ളുന്ന ഇവിടാണ്. ലോകത്തിൽ ഇറാനാണ് ഏറ്റവും ചൂടുള്ള സ്ഥലം. ടർക്കി ഒക്കെ നല്ല ചൂടുള്ള സ്ഥലങ്ങൾ. ഇവര് ബെൽജിയം ആ വഴിയൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ എല്ലാത്തിനും നല്ല ചൂട്. 40 ഡിഗ്രി വരെ എത്തും. ഈ 40 ഡിഗ്രിയിൽ ആദ്യമൊക്കെ എനിക്ക് വെയിൽ എന്നൊക്കെ നമ്മളൊന്ന് മാറി അടക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്രയുടെ അവസാനത്തെ ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ സ്കിന്നൊക്കെ പൊട്ടാൻ തുടങ്ങി.
സ്കിന്ന് പൊട്ടും. ലാസ്റ്റ് അവിടെ ഒന്ന് ആശുപത്രിയിൽ നമുക്ക് ഓടിച്ചായിട്ടൊന്നും കിട്ടില്ലല്ലോ. മെഡിക്കൽ സ്റ്റോറിൽ പറയും, ഇത് കാണിക്കും, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കും, അവർ ഓയിൽമെൻറ്റ് വരും, നമ്മൾ തൽക്കാലത്ത് എങ്ങനെ നടന്നു പോകും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കണം. ലാസ്റ്റ് ഒരു എടുത്ത് ചെന്നപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വൈറ്റമിൻ ഡിയുടെ കുറവാണ് എന്ന് പറഞ്ഞ് അവർ വൈറ്റമിൻ ഡിയുടെ നാച്ചുറൽ ക്യാപ്സ്യൂളുകൾ കുറച്ച് തന്നു. ഏതായാലും അതുകൊണ്ടാണോ എന്നറിയില്ല, ഏതായാലും ഒരു 2 മാസം കൊണ്ട് കുറഞ്ഞു. പിന്നെ ഞാൻ എവിടെ വെയിൽ കണ്ടാലും, അവസാനത്തെ ഒരു കൊല്ലം എവിടെ വെയിൽ കണ്ടാലും ഞാൻ ആ വെയിൽ മുഴുവനും കൊണ്ട് ആസ്വദിച്ചിട്ടേ പോലുള്ളൂ. ഇപ്പോഴും എനിക്ക് വെയിൽ അതിനുശേഷം ഇഷ്ടമാണ്. അന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത് സായിപ്പന്മാർക്ക് എന്തുകൊണ്ട് വെയിൽ ഇത്ര പ്രിയപ്പെട്ടാവുന്നതെന്നും നമുക്കിത് ഇങ്ങനെ ധാരാളമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വില അറിയാത്തത്. ലോകത്തിലെ ഏറ്റവും പ്രകൃതി കൊണ്ട് ജൈവവൈവിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാടുകളിലൊന്നാണ് നമ്മൾ. അതൊന്നുകൂടെ പറയണം, നമ്മുടെ ആൾക്കാർക്ക് അത് അറിയില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു ദിവസം എത്ര മീൽ കഴിക്കുമായിരുന്നു? 2 നേരമായിരുന്നു ആദ്യമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിൽ ഒരു നേരമേ കഴിക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും പഴം, അങ്ങനെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലും മുസ്ലിം മേടിക്കും. അതൊരു എപ്പോഴും കുറച്ചുണ്ടാവും കയ്യിൽ, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിലുണ്ടാവും, അത് മിക്സ് ചെയ്യുന്നു, വെള്ളത്തിലിട്ട് കഴിക്കും. വെറുതെ അവിടെ എല്ലായിടത്തും കിട്ടും. ഓട്സ് മിൽക്ക് അല്ലെങ്കിൽ നട്ട്സ് മിൽക്കുകൾ കിട്ടും, വീഗൻ മിൽക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അതിൻ്റെ പാക്കറ്റ് കിട്ടും. അത് ഒരു പാക്കറ്റ് കയ്യിൽ വെച്ചാൽ 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. അതും ഇതും കൂടി മിക്സ് ചെയ്ത് ഒരു നേരം കഴിക്കും. പിന്നെ എന്തെങ്കിലും പഴം മീൻസ് അവിടെ വാഴപ്പഴം ഒരെണ്ണേ ഉള്ളൂ, ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു വാഴപ്പഴമേ ഉള്ളൂ. അവിടെ വെറൈറ്റികൾ കുറവാണ്. ബൺ ഐറ്റംസ് ഇഷ്ടം പോലെ കിട്ടും, ബ്രെഡുകൾ കുറേ. യൂറോപ്പിലെ ബ്രെഡിന്റെ രസകരമായിട്ടുള്ള സംഭവം കാലോറി എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ബ്രെഡ് വായിലേക്ക് ചപ്പ തുപ്പിക്കളയും. ഒരു ടേസ്റ്റും ഇല്ലാത്ത നിർജീവമായിട്ടുള്ള കരിങ്കല്ല് പോലെ ഇരിക്കുന്ന ബ്രെഡുകളാണ് ഏതാണ്ട് 99%. പക്ഷെ അത് ഏറ്റവും നമ്മളുടെ ന്യൂട്രീഷ്യസ് ആണ്. നമ്മളുടെ അദ്ദേഹം പോയിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഇല്ലേ, നമ്മളിപ്പോ ഫിൻലാൻഡ് പോയി എന്ന് പറഞ്ഞു. ഫിൻലാൻഡില് ഡേ എന്ന് പറയുന്നത് സമ്മറിൽ 18 മുതൽ 20 മണിക്കൂറാണ്. അപ്പൊ നമ്മുടെ ഡേ എന്ന് പറയുന്ന 12 മണിക്കൂറിന് പകരം ഒരു രാത്രി എന്ന് പറയുന്നത് 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉള്ളൂ. 12 മണിക്ക് ഡേ കുറെ കിട്ടും. അല്ല, ഈ ലോകത്ത് തന്നെ ഇപ്പോൾ ഇദ്ദേഹം ഇരിക്കുമ്പോഴും, ഇപ്പോൾ ലോകം സഞ്ചരിച്ചിട്ടുള്ള TPS ഇരിക്കുമ്പോഴും നമുക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, എനിക്കൊന്ന് ലോകത്ത് ഏറ്റവും അനുഗ്രഹീത ആൾക്കാർക്കാണ് പകലും രാത്രിയും ഈക്വലായിട്ട് വരുന്നത്. അതിൽ നമ്മളുണ്ട്, ഭാഗ്യവാന്മാരാണ്. അതെ, നമ്മൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ നമ്മുടെ ആൾക്കാർക്ക് തിരിച്ചറിയാനും കഴിയാത്തതാണോ, നമ്മൾ തിരിച്ചറിയിപ്പിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം മാറ്റിയപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഫിൻലാൻഡിൽ നിന്ന് പഠിക്കാൻ പോയി ആൾക്കാർ 4 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് 20 മണിക്കൂറുള്ള രാജ്യത്ത് ജീവിക്കുന്നവരും ഈ 12 നമ്മളും ഇത്രമാത്രമുള്ള ചെറിയൊരു രാജ്യത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടുത്തെ കൊണ്ടുവരാൻ നോക്കുകയാണ്. അതെ, എന്ത് മണ്ടന്മാരാ നമ്മൾ ആലോചിച്ചു. നമുക്ക് അവർക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് കലണ്ടർ മാർച്ച് 21 ഇപ്പൊ സീസൺ പറഞ്ഞ TPSന് അറിയാം. TPSനെ കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റും. മാർച്ച് 21 ലോകത്ത് ഈക്വിനോക്സ്, വിഷു, ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ഉള്ളു. ലോകം മുഴുവനും ഒന്ന്. ഈ മാർച്ച് 21 ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടർ. ശകവർഷം AD 380 കൊണ്ടുവന്നാണ് വിക്രമാദിത്യൻ. അതാണ് നമ്മളുടെ ഒഫീഷ്യൽ കലണ്ടർ. നമ്മുടെ ഒറിജിനൽ കലണ്ടർ മാർച്ച് മുതൽ മാർച്ച് 21 ഫെബ്രുവരി വരെയാണ്. ഒറിജിനൽ കലണ്ടർ ജാനുവരി ടു ഡിസംബർ അല്ല. ഇപ്പൊ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. യുഗ പിറവി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന വിഷു അല്ലെങ്കിൽ ഉഗാദി ഒരാഴ്ച മുതൽ ആ കുറച്ച് കാൽക്കുലേഷൻ വേരിയേഷൻ കൊണ്ടാണ്. ആ സമയം മുതൽ തുടങ്ങിയിട്ടാണ്. അതുകൊണ്ടാണ് ഒക്ടോബർ എന്ന് പറയുന്നു, ഡിസംബർ എന്ന് പറയുന്നതും. ഡിസംബർ എന്ന് പറഞ്ഞാൽ ദശം എന്നാണ്, 10ാമത്തെ മാസമാണ്. ഒക്ടോബർ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നവംബർ എന്ന് പറയുന്നത് 11ാമത്തെ മാസമാണ്. അങ്ങനെയുള്ള മാസത്തില് നമ്മൾ 2ന്റെ വ്യത്യാസം അവിടെ കാണും. ഈ ജനുവരി ഫെബ്രുവരി ഇങ്ങോട്ട് ആഡ് ചെയ്തോണ്ടാ നമ്മുടെ പിന്നെ എല്ലാ വെൽത്ത് കാൽക്കുലേഷൻ ബഡ്ജറ്റ് ഒക്കെ ഏപ്രിൽ 1 ശരിക്കും വിഡിദിനല്ല, ഏപ്രിൽ 1 ശരിക്കും ന്യൂ ഇയർ. അതെ, അവര് അതൊരു പോപ്പിന് ഒരു ദിവസം ഉറക്കത്തിൽ തോന്നിയ ഒരു സാധനമാണ്. പുള്ളി വലിപ്പിച്ചപ്പോ പിന്നീട് ആ കലണ്ടറായി മാറുകയാണ്. ഓഗസ്റ്റും അങ്ങനെ 2 പേരുടെ കാലഘട്ടത്തിൽ അവരുടെ മക്കളുടെ പേരിടാൻ വേണ്ടിയിട്ടാണ് ജൂലൈ ഓഗസ്റ്റ് അതിനകത്ത് ഇടയിൽ ചേർത്തിട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്തു. അല്ല, ഈ നോളജൊക്കെ ഞാൻ പറയുന്നത് ഇദ്ദേഹം സഞ്ചരിക്കുക മാത്രമല്ലോ ചെയ്യുന്നത്, അതിന്റെ കൂടെയുള്ള അറിവും. പിന്നെ ബുക്ക് എഴുതണം. ജിയോഗ്രഫി എഴുതിക്കൊണ്ടിരിക്കുന്നു, ഒന്നിലധികം എഴുതിക്കൊണ്ടിരിക്കുന്നു. അല്ല, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ജിയോഗ്രഫിയാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും മോശം ടീച്ചറായിരുന്നു ജിയോഗ്രഫിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമല്ല ടീച്ചർ കേൾക്കണ്ട. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ജിയോഗ്രഫി. കാരണം ജിയോഗ്രഫിക്കകത്ത് ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഈവൻ റോക്കറ്റ് സയൻസ് മുതൽ എല്ലാം ഉണ്ട്. എല്ലാം ലളിതമാണ്. പൊളിറ്റിക്സും ഉണ്ട്, ഒപ്പം വലിയൊരു. അല്ല, GIS ഗൂഗിൾ മാപ്പും ആണ് ഇന്നത്തെ ലോകം തന്നെ.